വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഒരു മുറി തേങ്ങയും അമൃതം പൊടിയും എടുക്കാനുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എങ്കിൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പ് അമൃതം പൊടിക്ക് 1.5 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1/4 കപ്പ് ഷുഗറും 2 ഏലക്കായും. ഇത്ര മാത്രം മതി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഞാനിതാ പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറൊന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ദാ തേങ്ങ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി ചൂടാക്കാം. ഇനി അതിലേക്ക് ആദ്യം നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറണ്ട. ഈ തേങ്ങയിൽ ജലാംശം ഒന്ന് വറ്റി കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. ഇതിപ്പോൾ തേങ്ങ ഫ്രഷായിട്ട് ചിരവി എടുത്തതാണ്. നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ കൊപ്രയോ ഇതിന് പകരം യൂസ് ചെയ്യാം. ഫ്രഷ് തേങ്ങയാണെങ്കിൽ മാത്രം ഇതുപോലെ ജലാംശം കളയാൻ വേണ്ടി വറുത്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ജലാംശമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 കപ്പ് അമൃതം പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അമൃതം പൊടി ഒന്ന് റോസ്റ്റായി കിട്ടുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. കുട്ടികൾക്ക് ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമൃതം പൊടി കുറുക്കി കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കാറുണ്ട്. അമൃതം പൊടി കൊണ്ട് ഞാൻ പായസവും ഹൽവയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ഈസിയും അവർക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഇത് തന്നെയാണ്. കുറച്ചു കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഡേറ്റ് കഴിയാറായ അമൃതം പൊടി എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് കാലം കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അമൃതം പൊടി നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റോളം ഞാനിത് വറുത്തപ്പോഴാണ് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, ഏലക്കായും കൂട്ടി പൊടിച്ച് വെച്ച പഞ്ചസാര, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അമൃതം പൊടിയിൽ മധുരം ഉണ്ടെങ്കിലും നമ്മളിതിൽ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് 1/4 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തത്. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് നിലക്കടലയും ബദാമൊക്കെ നന്നായിട്ട് വറുത്ത് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അവലോസ് പൊടിയാണെന്ന്. പക്ഷേ കടയിൽ നിന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കുക്കീസ് ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റാണ് ഇതിന്. ഒന്ന് കഴിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിലക്കടലയോ അല്ലെങ്കിൽ ബദാമോ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇത് കണ്ടോ, അമൃതം പൊടി കുറുക്കി കൊടുത്താൽ വായിലേക്ക് വെക്കാത്ത കുട്ടികളാണ്. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എന്ത് ഇഷ്ടത്തോടെ അവർ കഴിക്കണത്. ഇവർ അനിയൻ്റെ മക്കളാണ് കേട്ടോ, ട്വിൻസാണ്, ഇമായ ഇനായ. അപ്പോൾ കുക്കീസ് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റുള്ള ഈ അമൃതം പൊടി വറുത്തത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും കേട്ടോ. 1 മാസം വരെയൊക്കെ ഇരിക്കും. കുട്ടികളുമായിട്ട് വിദേശത്ത് പോകുന്നവർക്കൊക്കെ അമൃതം പൊടി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും ടേസ്റ്റിനൊരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.